ആൺസുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി കൊച്ചിയിൽ MBA-കാരിയെ പീഡിപ്പിച്ചു. നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺസുഹൃത്തിനൊപ്പം എത്തിയ 24-കാരിയാണ് ഈ പീഡനത്തിന് ഇരയായത്. ആൺസുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി 3 യുവാക്കൾ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്ന് ഫയർ എക്സിറ്റ് ഗൗണിയിലൂടെ പൂർണ്ണ നഗ്നയായി ആ പെൺകുട്ടി ഇറങ്ങി ഓടി. അങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടത്. പ്രതികളിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി എന്നാണ് വിവരം. എന്നാണെങ്കിലും കൊച്ചിയെ സംസ്ഥാനത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ്. ആജ്ഞ രവീന്ദ്രൻ അതിന് കൂടുതൽ വിവരം നൽകും. ആജ്ഞ, ഭയപ്പെടുത്തുന്ന വാർത്തയാണ്. അത് കത്തിമുനയിൽ നിർത്തി, അതും കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സാഹചര്യം. ആരൊക്കെയാണ് ഈ പ്രതികൾ? എല്ലാവരെയും പിടികൂടാൻ കഴിഞ്ഞു? എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയാണ് സംഭവം. 24-കാരിയായ പെൺകുട്ടി ഇവിടുത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ HR മാനേജറായി ജോലി നോക്കുന്ന പെൺകുട്ടിയാണ്. അവരും അവരുടെ ആൺ സുഹൃത്തുമായിട്ട് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറി പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ 3-അംഗ സംഘം എത്തി ഇവരെ കത്തിമുനയിൽ, അതായത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി ഈ പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്തത്. 1 മണിക്കൂറോളം ആ പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയുണ്ടായി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ആ 10ാം നിലയിൽ ആ വലിയ കെട്ടിടത്തിൽ നിന്നും പെൺകുട്ടി ഈ ഫയർ എക്സിറ്റ് വഴി ഇറങ്ങി ഓടുക എന്നത് പരിപൂർണ്ണ നഗ്നയായിട്ടാണ് ആ പെൺകുട്ടിക്ക് ഓടേണ്ടി വന്നത്. അങ്ങനെ നിലവിളിച്ച് പുറത്തെത്തിയ പെൺകുട്ടിയെ പോലീസ് രക്ഷിക്കുകയായിരുന്നു. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. ഇതിലെ 2 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതേസമയം ഒരാൾ തിരുവനന്തപുരം സ്വദേശിയും മറ്റൊരാൾ കൊല്ലം സ്വദേശിയുമാണ്. അതേസമയം ഒരു അതുൽ എന്ന് പറയുന്ന മറ്റൊരു പ്രതിക്ക് വേണ്ടിയിട്ട് പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അതുലിന്റെ ഈ ആൺസുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഒരു സൺഗ്ലാസ് തട്ടിയെടുത്തിരുന്നു. ആ സൺഗ്ലാസ് വെച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നു. അത്തരം പോസ്റ്റ് ഇട്ടിരുന്നു. അതും പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. എൽദോ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിട്ട് കൊച്ചിയിൽ നൈറ്റ് ലൈഫ് സേഫാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ വന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ കൊടും ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗം, ഒരു റേപ്പ് നടക്കുന്നത്. അതുതന്നെ കൊച്ചിയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിട്ട് അതിന് മുഖത്തടിയേറ്റതുപോലെയുള്ള ഒരു സംഭവമായിട്ട് വേണം കണക്കാക്കാൻ. ഒറ്റപ്പെട്ട സംഭവങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിൽ പോലീസ് ഇടപെടലുണ്ടാവുകയും അതല്ലെങ്കിൽ കൂട്ടമായ ആളുകൾ പ്രതിരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കൊച്ചിയിൽ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഒരു പെൺകുട്ടിയെ, അവളുടെ കാമുകനൊപ്പം കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെ അയാളെ കത്തിമുനയിൽ നിർത്തിയ ശേഷം റേപ്പ് നടത്തുക, അത് ഈ പറഞ്ഞതുപോലെ സിനിമയിൽ കാണുന്ന ക്രൂര പീഡനങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആ പെൺകുട്ടിക്ക് പ്രാണരക്ഷാർത്ഥം അത് അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടുക. അത്തരം സാഹചര്യങ്ങൾ കൊച്ചിയുടെ നൈറ്റ് ലൈഫ് സേഫ് ആണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. കൊച്ചിയിൽ മയക്കുമരുന്നിൻ്റെയും മറ്റ് ക്രിമിനൽ ഇടങ്ങളുമൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണെങ്കിൽ പോലും, ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇടം കൂടിയാണെങ്കിൽ പോലും നൈറ്റ് ലൈഫ് സേഫാണ്, സ്ത്രീകൾ സുരക്ഷിതരാണ്. പ്രത്യേകിച്ചും സെറ്റിയെ സംബന്ധിച്ചിട്ട് സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു പരക്കെ ഒരു ബോധ്യപ്പെടുത്തുന്ന ഒരു കാലം കൂടിയാണ്. നമുക്ക് രാത്രിയിൽ 12 മണിക്കായാലും 1 മണിക്കായാലും 2 മണിക്കായാലും ഒക്കെ പുറത്തിറങ്ങിയാൽ പോലും സേഫായി നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളെ കാണാൻ കഴിയും. അത് ഈ സുരക്ഷിതത്വ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അതൊക്കെ ചോദ്യചിഹ്നമാകുന്നു. അതിനൊക്കെ മുഖത്തടിയേറ്റതുപോലെയുള്ള സംഭവമായിട്ട് ഇത് മാറുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകാനുള്ളത്. എന്തായാലും ആ പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായിരിക്കുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ 3ാമത്തെ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസ് വരുന്നത്. സെൻട്രൽ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം 3ാമത്തെ പ്രതി അതുലിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ ജലദ സൂചിപ്പിച്ചതുപോലെ വലിയ ഞെട്ടിക്കുന്ന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കൊച്ചിയുടെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ നെറുകയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതും ഖേദകരമാണല്ലോ. കൊച്ചി നഗരമധ്യത്തിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. എന്താണെങ്കിലും അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം, അതിക്രൂരമായിട്ടുള്ള പീഡനം, ക്രൂരമായി പീഡിപ്പിച്ചു. കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ നിന്നും അവർ ഒരു ഫയർ എക്സിറ്റ് ഗൗണിയിലൂടെ ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.